ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണി കാർത്തികിനെ സമാധാനിപ്പിക്കുകയാണ്. കാർത്തിക എടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് അവൻ്റെ മരണം സംഭവിക്കും തന്നെയാണ് കാർത്തിക ചേച്ചി എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതെന്തായാലും ദിലീപേട്ടൻ്റെ അച്ഛനെ, പാവപ്പെട്ട അച്ഛനെ കൊന്നത് അവനാണല്ലോ എന്ന് മാത്രമല്ല എൻ്റെ അമ്മേനെ കൊന്നതും അതേ കല്യാണി. എനിക്കതാ വിഷമം. ഞങ്ങൾ കാരണം എത്ര മരണമാണ് സംഭവിച്ചത്. നിന്റെ അമ്മ മരിച്ചത് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലേക്ക് വന്നപ്പോഴല്ലേ. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ചേച്ചി. അവൻ വരണം. ദിലീപേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് അവൻ കാണണം. ഇനിയിപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടാണെങ്കിലും അവൻ ആ കാഴ്ച കാണണം. എന്നിട്ട് അവിടെ വെച്ച് അവൻ തീരണം. അതാണ് ചേച്ചി എൻ്റെയും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കല്യാണി കേട്ടോ. അതേസമയം നമ്മുടെ കിരണും രതീഷും വെയിലും കൂടി ചേർന്നിട്ട് ഈ ഗംഗപ്രസാദിന് തൊട്ട് പിന്നാലെ തന്നെ ഇങ്ങനെ ഓടുക കേട്ടോ. ഒരു സ്ഥലം എത്തുമ്പോഴേക്കും ഗംഗേനെ കാണുന്നില്ല. അപ്പം ഇവർ മൂന്ന് പേരും മൂന്ന് വഴിക്ക് ഓട്ടം തുടങ്ങുവാണ്. അങ്ങനെ കിരൺ ഓടുന്ന വഴിക്ക് തന്നെയാണ് ഗംഗപ്രസാദ് ഓടുന്നുണ്ട്. പക്ഷെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. അങ്ങനെ കിരൺ ഓടി ഓടി ഗംഗയുടെ അടുത്തെത്തിയിട്ട് ആ തലയിലുള്ള ഹെൽമെറ്റ് പിടിച്ച് വലിച്ച് മാറ്റി ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അത് ഗംഗയാണെന്ന് മനസ്സിലാവാണ്. എടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിരൺ ഗംഗയുടെ പുറകെ തന്നെ ഓടി ഓടി പോകുക കേട്ടോ. കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ഗംഗക്കും കിരണിനും മതിയാവുന്നുണ്ട്. ഗംഗ ഒരു വളവ് വളർന്നിട്ട് അവിടെ ഒരു കല്ലിന്റെ പുറത്ത് ഇരുന്ന് വിശ്രമിക്കാട്ടോ. ആ സമയത്തിനാണ് അവിടേക്ക് കിരണും എത്തുന്നത്. കിരണും അവിടേക്ക് ആകെ മതിയായിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയൊക്കെയാണ് ഒരു തിരിഞ്ഞു നോക്കുമ്പോഴേക്കാണ് ഗംഗ അവിടുന്ന് റെസ്റ്റ് ചെയ്യണ കാണുന്നത്. എടാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗംഗയെ കിരണ് പുറകേൽ, അതായത് ഗംഗ മുമ്പിലും കിരൺ പുറകേലും പോവാണ്. അവർക്ക് രണ്ടുപേർക്കും ഏകദേശം മതിയായിട്ടോ. അതായത് ഒരുപാട് നേരം ഇവർ ഓടി ഓടി പോകുന്നത്. കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും അവിടെ ഒരു ആറ് പോലത്തെ ഒരു ഇതുണ്ട്, തടാകം പോലത്തെ ഒരു സംഭവം. അതിലേക്ക് ഗംഗ എടുത്ത് ചാടാണ്. കിരൺ തൊട്ടു പിന്നാലെ കിരണും ആ തടാകത്തിൽ എടുത്ത് ചാടുന്നുണ്ട്. കുറെ നേരം മുങ്ങി ഇങ്ങനെ നീന്തിയതിനു ശേഷം കിരണ്ണ ഗംഗേനെ കിട്ടുന്നില്ല കേട്ടോ. ഗംഗയാണെങ്കിൽ കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും മുങ്ങാങ്കുഴിയിട്ട് രക്ഷപ്പെടാണ് ചെയ്യണത്. അങ്ങനെ ഗംഗ രക്ഷപ്പെട്ടതിന് ശേഷം വേറൊരു സ്ഥലത്ത് കരയിൽ പൊങ്ങുവാണ്. അവിടെ എത്തിയിട്ട് ഗംഗ മനസ്സിൽ പറയുന്നുണ്ട്, പക്ഷേ വിശപ്പും ദാഹമൊക്കെ കൺട്രോൾ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പൊ തലനാരിഴക്ക അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ പണ്ട് സമാധാനത്തോടെ ഗംഗ ഒരു മൂലക്ക് പോയിരിക്കുകയാണ്. അതേസമയം കിരൺ അവിടെ ഇവിടെയൊക്കെ തെരയുന്നുണ്ടെങ്കിലും കാണുന്നില്ല കേട്ടോ ഗംഗേനെ. ഇന്നും അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് പണ്ട് കിരൺ ആകപ്പാടെ ദേഷ്യം കൊണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അടിക്കുക കേട്ടോ. ഗംഗയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണം, ആ വെള്ളത്തിൽ ചാടിയ സമയത്ത് മുങ്ങാങ്കുഴിയുടെ സമയത്ത് അവനെ കാതി പിടിച്ചു വലിച്ചാൽ മതിയായിരുന്നു. അവൻ ചത്ത് പൊങ്ങിയാനെ. ഇന്നേക്ക് മൂന്നാം പക്കം അവൻ പൊങ്ങിയാനെ. ആ ഐഡിയ തോന്നിയില്ലല്ലോ അവൻ്റെ ഒരു പോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗ. പിന്നീട് കാണിക്കണ സ്റ്റെഫീനെയാണ്. സ്റ്റെഫി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ കൂടെ കിടക്കുന്ന ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ ആലോചിക്കുന്നതിന്റെ പകുതി നിങ്ങൾക്ക് വേണോ? അയ്യോ വേണ്ടായേ, നീ നിന്റെ കാമുകനെ കുറിച്ച് ആലോചിക്കുമായിരിക്കും അല്ലേ? അതെ, അവനെ കുറിച്ച് തന്നെ ആലോചിക്കുക. അവനൊന്ന് കണ്ടാൽ മതിയായിരുന്നു. പിന്നെ അവൻ വന്നത് തന്നെ ഇടി നാട്ടിലൊക്കെ അവന്റെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുക. ആരെങ്കിലും അവനെ കണ്ടാലേ തല്ലിക്കൊല്ലും. അവനെ തലക്ക് പോലും വില പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും സ്റ്റെഫി പറയണ്ട, അവനെ ആൺകുട്ടി അവനെ പെട്ടെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചുണക്കുട്ടി അവൻ, ആരുടെ മുമ്പിലും അവൻ തോറ്റു പോവില്ല. അവനാകെ വീണു പോയത് എൻ്റെ മുമ്പിൽ മാത്രമാണ്. അങ്ങനെയാ ഞങ്ങൾ രണ്ട് പ്രണയത്തിലായത്. അവന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എപ്പോഴാണെങ്കിലും എൻ്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സ്ത്രീ പറയുന്നുണ്ട്, ഇപ്പത്തെ പെണ്ണുങ്ങളുടെ ഒരു കാര്യം, ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് കുളിയുമില്ല നനയുമില്ലാത്ത കഞ്ചാവ് അടിച്ച് വീടിയും വലിച്ചു നടക്കുന്ന പയ്യന്മാരെയാ ഇഷ്ടം. അവരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് ഇപ്പത്തെ പെമ്പിളയുടെ വിചാരം എന്ന് പറയുമ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞതേ തള്ളെ, മര്യാദക്ക് വായടച്ചു കിടന്നോ. ഞാൻ എൻ്റെ കാമുകനെ കുറിച്ച് ആലോചിച്ച് നല്ല നല്ല സ്വപ്നം കണ്ട് ഇരിക്കുമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ശല്യം ചെയ്തത് അവിടെ നിന്ന് എന്ന് പറയണം. അങ്ങനെ സ്റ്റെഫി വീണ്ടും ഗംഗനെ കുറിച്ച് ആലോചിച്ച് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതേസമയം കിരണും അതുപോലെ തന്നെ വെയിലും കൂടി ചേർന്ന് അവിടെ ഇവിടെയൊക്കെ തിരയുന്നുണ്ടെങ്കിലും പിന്നീടാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നുണ്ട്. വെയിലും അതുപോലെ തന്നെ രതീഷും കൂടിയിട്ട്. അങ്ങനെ വെയിലും രതീഷും കൂടി ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും അവിടെ കിരണിനെ കാണും കേട്ടോ. കിരണിനെ കാണുമ്പോൾ തന്നെ വേഗം തന്നെ കിരണിൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞ് കിരണ ഷർട്ടൊക്കെ ഇങ്ങനെ ഉണക്കിക്കൊണ്ട്, അതായത് പിഴിഞ്ഞിങ്ങനെ ഉണക്കുമായിരിക്കും. ആ സമയത്താണ് അവിടേക്ക് വെയിലും അതുപോലെ തന്നെ രതീഷും വരുന്നത്. സാറേ എന്തായി സാറേന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറയണ്ട, അവൻ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്നോ? അതെ, അവനായിരുന്നു ഹെൽമെറ്റ് വെച്ച് വന്നത്. ഇവിടം വരെ അവൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് അവൻ വെള്ളത്തിലേക്ക് ചാടിയിടാം, ഞാനും ചാടി. പക്ഷെ അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ വേലു പാട അവൻ മുങ്ങാങ്കുഴിയിട്ട് മുങ്ങിക്കാണും സാറേ. അങ്ങനെയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അവർക്ക് മുങ്ങിക്കിടക്കാൻ പറ്റും. എനിക്ക് മുങ്ങാങ്കുഴിയിടാൻ അറിയാം. പക്ഷെ നമ്മൾ രണ്ടുപേരും
ഞങ്ങൾ 3 പേരും ഒരു സ്ഥലത്ത് തരണമെങ്കിൽ അവനെ കിട്ടിയാനെ 3 സ്ഥലത്ത് പോകേണ്ട അവനെ കിട്ടാതിരുന്നത്. അതുപോലെ തന്നെ വേലു പറയുന്നുണ്ട്, അത് മാത്രല്ല സാറ് അബദ്ധമാണ് കാണിച്ചത്. മുങ്ങാങ്കുഴി ഇടാൻ അറിയില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല സാറേ. അവനെങ്ങനെ സാറിന്റെ കാലിൽ പിടിച്ച് വലിച്ച് മുക്കി കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? എടാ, എന്നെ കൊല്ലണ മുമ്പേ ഞാൻ അവന്റെ ശവം അവനെ വെള്ളത്തിനടിച്ചിട്ട് അവനെ ഞാൻ കൊല്ലും, എന്നിട്ട് എന്റെ ശവം പൊങ്ങുള്ളൂ. എന്തായാലും അവൻ എന്റെ കയ്യിൽ നിന്ന് എത്രാമത്തെ പ്രാവശ്യമാണ് രക്ഷപ്പെടുന്നത്. ലാസ്റ്റ് പ്രാവശ്യം കാട്ടിൽ കൊന്നു തള്ളിയപ്പോഴേക്കും അവൻ മരിച്ചു എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ വേലിന്റെ മാമനും കൂടി ചേർന്ന് അവനെ രക്ഷപ്പെടുത്തിയില്ലേ. ഇവിടെ എത്രയോ കാട്ടുമൃഗങ്ങളും കാട്ടു പാമ്പുകളും മുതലകളൊക്കെ ഉള്ള കാടും നാടുവാണെന്ന് അറിയാവോ? വേലു പറയണ്ട്, ഞങ്ങളുടെ കാട്ടിൽ മുതലകൾ വരെയുണ്ട്, എന്നിട്ട് പോലും അവർക്ക് പോലും ഇവനെ വേണ്ട, ഇവന്റെ കാര്യത്തിൽ മാത്രം എന്താന്ന് എനിക്കറിയില്ല എന്ന് വേലു പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ആ ചില ജന്മം അങ്ങനെയാ വേലു, എത്ര തല്ലിക്കൊന്നാൽ വീണ്ടും വീണ്ടും വരും, അങ്ങനത്തെ ഒരു ജന്മം അവന്റെ. രതീഷ് പണ്ടല്ല സാർ കുറെ അടിച്ചതല്ലേ, ചിലപ്പോ ആ വേദന കൊണ്ട് വെള്ളത്തിനടിയിൽ എങ്ങാനും മുങ്ങിച്ചത്താലോ. അവനങ്ങനെ മുങ്ങിച്ചാവത്തൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലും പൊങ്ങുമായിരിക്കും. എന്തായാലും ഈ ഭാഗത്ത് തന്നെയാ അവൻ എവിടെയോ തമ്പടിച്ചിരിക്കുന്നത്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ കയറിയതായിരിക്കും. സാറേ, നമുക്ക് പോവാം. കാദംബരി വിളിച്ചിരുന്നു, വീട്ടിലെല്ലാവരും ഭയങ്കര ടെൻഷനാണെന്ന്. അപ്പോൾ പോകാന്നാണ് രതീഷ് പറയണത്. പോവാം സാറേ, അവിടെ എല്ലാവരും ആകെ പരിഭ്രമത്തിലാ. നമ്മളെ കാണാതായിട്ട് കുറെ നേരമായല്ലോ. വിളിച്ചിട്ട് സാർ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. അവൾ ആകെ വിഷമത്തിലായിരുന്നു. വാ കല്യാണി, എല്ലാവരും വിഷമത്തിലാ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് രതീഷ് വണ്ടിയിലേക്ക് കയറാണ്. കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഇത്ര സമയമായില്ലേ, നമുക്ക് അച്ഛനെയും കൂടി കണ്ടിട്ട് വരാം. അച്ഛനോട് പറയാം ഗംഗപ്രസാദ് മരിച്ചു എന്ന്, വെള്ളത്തിൽ മുക്കി കൊന്നു എന്ന് പറയാം. അപ്പൊ വേലു ചോദിക്കണ്ടേ, എന്തിനാ സാറേ അങ്ങനെ കള്ളം പറയണത്? അല്ലടാ, അദ്ദേഹത്തിന് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനം കിട്ടട്ടെ, അദ്ദേഹം പെട്ടെന്ന് റിക്കവർ ആയിട്ട് വരട്ടെ. ഇങ്ങനത്തെയൊക്കെ വാർത്ത കേട്ടല്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് സമാധാനം കിട്ടുള്ളൂ. പാവം ആ മനുഷ്യനാണെങ്കിൽ അവിടെ കിടക്കുന്നു. എല്ലാവരുടെ ജീവിതം ഈ നിലയിൽ എത്തിച്ചത് അവനാ ഗംഗപ്രസാദ്. അവനെ പിന്നെയും പിന്നെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായാലോ, അത് ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം അമലുവാണെങ്കിൽ കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ട്, ചേച്ചി അവര് ഇതുവരെ വന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കണത്. കിരൺ സാറിനൊന്ന് വിളിച്ചു നോക്ക് ചേച്ചി. ഞാൻ വിളിച്ചു, കിരണേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ലക്ഷ്മി അമ്മ വരുന്നുണ്ട്, മോളെ അവരിതുവരെ വന്നില്ലല്ലോ. അതെ, ഞങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സൂക്ഷിക്കണം മോളെ. അവൻ എപ്പോ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അവനെ പെട്ടെന്നൊന്നും തല്ലിക്കൊല്ലാൻ പറ്റാത്തൊരുത്തനാ. അത് അങ്ങനത്തെ ഒരു ജന്മം, ആർക്കും വേണ്ടാത്ത ഒരു ജന്മം. പക്ഷെ ഈ പ്രാവശ്യം അവന്റെ പടവും അവൻ പല പല വേഷത്തിൽ വന്ന ഭാവങ്ങളൊക്കെ ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾക്കൊക്കെ ഏറെ കുറെയൊക്കെ ഇപ്പൊ അവനറിയാം. അതുകൊണ്ട് അവൻ എവിടെയെങ്കിലും പൊങ്ങിക്കഴിഞ്ഞാൽ മുമ്പത്തെ പോലെയല്ല, ആരെങ്കിലും തല്ലിക്കൊല്ലും. ചിലപ്പോൾ നാട്ടുകാർ തന്നെ ആയിരിക്കും അവനെ തല്ലിക്കൊല്ലാൻ പോണത്. ലക്ഷ്മിയമ്മ ചോദിക്കണ്ടേ, ഇനി മോളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങാനും ആയിരിക്കോ കിരൺ പോയത്? ചിലപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ അച്ഛനെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഇത്രയും താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രകാശേട്ടനെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത്. പാവം, ഒരുപാട് സ്വപ്നം കണ്ടതാ മോളുടെ വിവാഹത്തെക്കുറിച്ച്. അത് നടക്കില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും തളർന്നു പോയിട്ടായിരിക്കും അമ്പലത്തിൽ പോയിരിക്കുന്നത്. എന്തായാലും ലക്ഷ്മിയമ്മേ, അവൻ മരിക്കും, എനിക്ക് ഉറപ്പാണ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടി അവനെ എന്തോ വലിയ ഭീകരമായിട്ടുള്ള മരണം തന്നെയാണ് കാത്തിരിക്കുന്നത്. എത്ര പേരുടെ ജീവന അവൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ജീവനെടുത്തവനെ ഒരിക്കലും ദൈവം വെറുതെ വിടത്തില്ല. എത്ര പാവങ്ങളെയാ അവൻ കൊന്നിരിക്കണത്. അവൻ എന്തായാലും ഇല്ലാതാവും ലക്ഷ്മിയമ്മേ എന്നൊക്കെ കല്യാണിയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കണത് ദിലീപിനെയാണ്. ദിലീപ് ഫോൺ കട്ട് ചെയ്തിട്ട് ദേഷ്യത്തിലേക്ക് നിൽക്കുമ്പോൾ കൂട്ടുകാർ ചോദിക്കണ്ടേടാ, എന്ത് പറ്റിടാ, ആരാ നിന്നെ വിളിച്ചത്? കിരണാടാ. അവൻ പിന്നെ കിരണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. രക്ഷപ്പെട്ടു എന്ന്? അതെ, കിരണിനെ കിട്ടിയത് അവന്. കിരണിന്റെ കൂടെ വേലും രതീഷും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വെള്ളത്തിന്റെ അടിയിലേക്ക് ചാടിയിട്ട് പിന്നെ അവനെ തപ്പിയിട്ട് കിട്ടിയില്ലെന്നാ പറഞ്ഞത്. ഓ എന്റെ ദിലീപേ, അവരുടെ കൂടെ നമുക്കും പോയാൽ മതിയായിരുന്നു. എങ്കിൽ നമുക്ക് അവനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കായിരുന്നു. ആൾക്കാർ കൂടുമ്പോൾ പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയാനെ. ഏട്ടാ, എങ്ങനെ പോകാനടാ? അച്ഛന്റെ ചടങ്ങൊന്നും തീർന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ പോകാൻ പറ്റാത്തത്. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അവൻ രക്ഷപ്പെടുന്നത്. ഹോ, എന്തൊരു ജന്മം അവന്റെ എന്നൊക്കെ ദിലീപും ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ്. അയാൾക്കൊട്ടും വയ്യാട്ടോ. ഏതൊരു മൂലക്ക് പോയിരുന്നിട്ട് ആകെ വിശന്നിട്ടും അതുപോലെ തന്നെ കണ്ണ് കാണുന്നില്ല വിശന്നിട്ട് ആകെ ഒരു മൂലക്ക് പോയിരുന്നിട്ട്. പക്ഷേ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ഗംഗനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.